ജൂലൈ 5 ലോകം മുഴുവൻ ആകാംക്ഷയോടെയും വലിയ ആശങ്കയോടെയും ജപ്പാൻ എന്ന രാജ്യത്തെ ഉറ്റുനോക്കിയ ഒരു ദിവസമായിരുന്നു നമുക്കറിയാം. കാരണം ലോകത്തെ മുഴുവൻ, പ്രത്യേകിച്ച് ജപ്പാനിലെ ജനങ്ങളെ മുൾമുനയിൽ നിർത്തിയ ഒരു പ്രവചനമായിരുന്നു റിയോ നടത്തിയത്. അതായത് ജപ്പാനിലെ ഏറ്റവും വലിയ സുനാമി, ഒരുപക്ഷെ 2011 സുനാമിയേക്കാൾ വലിയ സുനാമി. നമുക്കറിയാം, യൂട്യൂബ് അടക്കമുള്ള സോഷ്യൽ മീഡിയകളിലും മറ്റും ഈ ഒരു പ്രവചനവും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളും വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു. ഒരു വലിയ വിഭാഗം ആളുകളിൽ ഈ ഒരു പ്രവചനം വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ ഇന്ന് നമ്മളിതാ ആ ഒരു ജൂലൈ 5 എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പോലെ തന്നെ ജപ്പാൻ പഴയ ജപ്പാൻ തന്നെയാണ്. ജപ്പാൻ വളരെ സേഫായി തന്നെ ഇരിക്കുന്നു. മറ്റേതൊരു ദിവസത്തെയും പോലെ വളരെ സാധാരണമായ ഒരു ദിവസം. ഇപ്പൊ എല്ലാവരുടെയും മനസ്സിലുള്ള ഏറ്റവും വലിയൊരു ചോദ്യം ഇതാണ്: 2025 ജൂലൈ 5 ജപ്പാനിൽ എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ഇനി എന്ത്? ഇപ്പോൾ വരെയുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഒരു പ്രവചനവുമായി യോജിക്കുന്ന രീതിയിൽ ഒരു സുനാമിയോ ഭൂകമ്പമോ ഒന്നും ജപ്പാനിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എല്ലാ ദിവസത്തെയും പോലെ തന്നെ രാവിലെ സൂര്യൻ ഉദിച്ചു, ആളുകൾ രാവിലെ എഴുന്നേറ്റ് അവരവരുടെ ജോലികളിലേക്ക് പോയി. വളരെ സാധാരണമായ ഒരു ദിവസം. ഇപ്പോഴും ഈ പ്രവചനം എന്താണെന്നോ ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ടോ ഒന്നും അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ 2 ദിവസം മുമ്പ് ഞാൻ ഈ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ പ്രവചനം ഇത്തരത്തിൽ വലിയ വാർത്തയായ സമയത്ത് കാലാവസ്ഥ നിരീക്ഷകരടങ്ങുന്ന ശാസ്ത്ര ഏജൻസികൾ പറഞ്ഞിരുന്നത് ഭൂകമ്പങ്ങളുടെയോ സുനാമികളുടെയോ കൃത്യമായ സമയം, സ്ഥലം അല്ലെങ്കിൽ ദിവസമൊക്കെ പ്രവചിക്കുക എന്നത് തീർത്തും അശാസ്ത്രീയമായ ഒരു കാര്യമാണ് എന്നായിരുന്നു. സോ വിശ്വസിക്കാൻ കഴിയുന്ന സോഴ്സുകളിൽ നിന്ന് മാത്രമുള്ള വാർത്തകൾ മാത്രമേ നിങ്ങൾ വിശ്വസിക്കാവൂ എന്നും അവർ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. സാധാരണ നിലയിൽ തന്നെ ജപ്പാൻ ഒരു വലിയ ഭൂകമ്പ സാധ്യതയുള്ള മേഖലയായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾ വെറും ഊഹങ്ങൾ മാത്രമെന്നാണ് അവർ ഇപ്പോൾ പറയുന്നത്. സോ ഈ ഒരു പ്രവചനവും സാധാരണഗതിയിൽ ജപ്പാനിൽ ഉണ്ടാവാറുള്ള ഭൂചലനങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തീർച്ചയായും മനസ്സിലാക്കണം. സാധാരണ നിലയിൽ തന്നെ ജപ്പാനിൽ ഒരു വർഷത്തിൽ 1500-ൽ കൂടുതൽ തവണ ഭൂകമ്പങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ ജൂൺ അവസാനത്തോടെ ജൂലൈ 5 മുൻപായിക്കൊണ്ട് ടൊക്കാൻ എന്ന ദ്വീപിന് ചുറ്റുമായിക്കൊണ്ട് ഒരുപാട് തവണ ചെറിയ ഭൂചലനങ്ങളും മറ്റും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൽ ചിലത് വലിയ ശക്തിയുള്ളതാണെന്നുള്ള കാര്യം സത്യമാണ്. ഇനിയിപ്പോ ഈ പ്രവചനവുമായിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ തന്നെ ജപ്പാനെ പോലെ വലിയ അളവിൽ ഭൂകമ്പ സാധ്യതയുള്ള ഒരു രാജ്യത്ത് ഇത് വളരെ സാധാരണയായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പറയപ്പെടുന്നത്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട ഒരു സുനാമിക്കൊന്നും സാധ്യതയില്ലെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരും ഉറപ്പു പറയുന്നത്. സോ നമ്മൾ ന്യൂസിലൂടെയും മറ്റും കേൾക്കുന്ന ഈ ഭൂകമ്പങ്ങളും ഈ പറഞ്ഞ പ്രവചനവും തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലെന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അടുത്ത 30 വർഷത്തിനുള്ളിൽ വലിയൊരു ഭൂകമ്പത്തിന് 75 മുതൽ 82% വരെ സാധ്യതയുള്ള നാൻകായ് ട്രോഫ് പോലെ പ്രദേശങ്ങൾ ജപ്പാനിൽ ഉണ്ടെങ്കിൽ കൂടി ഒരു കൃത്യമായ ഡേറ്റ് ഒക്കെ നിശ്ചയിക്കുക എന്നുള്ളത് ഒരിക്കലും പോസിബിൾ അല്ലാത്ത കാര്യമായിട്ടാണ് അവിടെയുള്ള എക്സ്പേർട്ടുകൾ പറയുന്നത്. എന്തായാലും ലോകം വലിയ ഭയത്തോടെ ഉറ്റുനോക്കിയ ജൂലൈ 5 ആ ഒരു പ്രവചനം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ കടന്നുപോയി എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഇത്തരത്തിലുള്ള പ്രവചനങ്ങളൊക്കെ വരുന്ന സമയത്ത് കുറച്ചൊക്കെ ഭയവും ആശങ്കയും ഉണ്ടാവുക എന്നത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നോക്കേണ്ടത് പ്രൂഫുകളിലേക്കും സയന്റിഫിക് എവിഡൻസുകളിലേക്കും ഒക്കെയാണ്. എന്തായാലും ഈ ഒരു പ്രവചനത്തെ തള്ളിക്കളഞ്ഞെങ്കിലും നിലവിലുള്ള ജപ്പാനിലെ സിറ്റുവേഷനിൽ അവർ വളരെ കെയർഫുൾ ആണ്. നിരന്തരം അവരുടെ ടെക്നോളജികളൊക്കെ മെച്ചപ്പെടുത്തുകയും യഥാർത്ഥത്തിൽ ഒരു സുനാമിയും ഭൂകമ്പവും വരുന്ന സമയത്ത് അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്നും അവർ ജനങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. സോ വലിയ അടിസ്ഥാനമില്ലാത്തതാണെങ്കിൽ കൂടി ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾക്ക് ജനങ്ങളെ വലിയ അളവിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലായി. കാരണം ആളുകൾ ജപ്പാനിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കിയതും ആളുകളിൽ ഉണ്ടായ വലിയ ഭയവും നമ്മൾ കണ്ടതാണ്. സോ ഫൈനലി ഇന്ന് എല്ലാവർക്കും വളരെ ആശ്വാസമുള്ള ഒരു ദിവസമാണ്. ഇപ്പോഴത്തെ ജപ്പാനിലെ സാഹചര്യത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതുപോലെ ഈ ഒരു പ്രവചനത്തിൽ നിങ്ങൾ വിശ്വസിച്ചിരുന്നോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.